السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتل المشركين كافة كما يقاتلونكم كافة وعلموا أن الله مع المتقين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ മാസമായ മുഹറം മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഹിജ്റ 1437 ആരംഭിച്ചു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ മുഹറം മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു വോയിസ് തയ്യാറാക്കി അയക്കുക എന്ന പലരുടെയും ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വോയിസ് തയ്യാറാക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, മുഹറം മാസം ഞാനിപ്പോൾ ഓതിവെച്ച സൂറത്ത് തൗബയിൽ 36-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫി കിതാബില്ലാ. മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ 12 ഫി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ രേഖയിൽ. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 4 പവിത്ര മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാവുന്നു ചൊവ്വായ മതം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ പരസ്പരം അക്രമങ്ങൾ കാണിക്കരുത്. ഇത് പൊതുവെ അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഈ 4 മാസം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, തുടർച്ചയായ 3 മാസങ്ങൾ ഹജ്ജിന് വരുന്നവരുടെ സൗകര്യത്തിന്. അതുപോലെ റജബ്, അത് ഉംറക്ക് വരുന്നവരുടെ സൗകര്യത്തിന്. ഇത് പണ്ട് മുതലേ ജാഹിലിയ കാലത്ത് പോലും പവിത്രമായി അംഗീകരിക്കപ്പെട്ടിരുന്ന മാസങ്ങളാണ് എന്ന് പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ മുഹറം മാസമാണ് ഈ 4 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രേഷ്ഠമായതുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ അള്ളാഹുവിന്റെ പള്ളിയെ പറ്റി ബൈത്തുള്ള, അള്ളാഹുവിന്റെ വീട്, അതുപോലെ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച് നാഖത്തുള്ള എന്നൊക്കെ പറഞ്ഞതുപോലെ മുഹറം മാസത്തെ കുറിച്ച് ഷഹ്റുല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മാസങ്ങൾ 4 മാസത്തിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ചർച്ച ചെയ്തപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് മുഹറം മാസം തന്നെയാണ്. ഇബ്നു റജബുൽ ഹംബലി പറയാണ് ലതായിഫുൽ മആരിഫിൽ, വഖദ് ഇഖ്തലഫൽ ഉലമാ ഫി അയ്യിൽ അശ്ഹുരിൽ ഹുറും അഫ്ളൽ. ഈ പവിത്ര മാസങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന കാര്യത്തിൽ ഉലമാക്കളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖാൽ ഹസൻ വഗൈറുഹു അഫ്ളലുഹാ ഷഹ്റുല്ലാഹിൽ മുഹറം വറജ്ജഹു ത്വായിഫത്തുൻ മിനൽ മുതഅഖിരീൻ. കണ്ടോ, ഹസൻ റളിയല്ലാഹു അൻഹു മറ്റു പലരും പറഞ്ഞത് ഈ 4-ൽ ഏറ്റവും ശ്രേഷ്ഠം മുഹറം തന്നെയാണ്. പിൻഗാമികളിലെ വിഭാഗവും മുൻഗണന നൽകിയ അഭിപ്രായം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സ്ഥാപിക്കുന്നുണ്ട്. അതൊരു ഹദീസും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് പ്രബലമാണെന്ന് അറിഞ്ഞുകൂടാ. ഖൈറുൽ ലൈലി ജൗഫുഹു വഅഫ്ദലുൽ അശ്ഹുരി ഷഹ്റുല്ലാഹി അല്ലദീ തദ്ഊനഹുൽ മുഹറം. രാത്രിയിൽ ഏറ്റവും ഉത്തമമായ സമയം അതിന്റെ അർദ്ധരാത്രിയ ജൗഫുൽ ലൈലാണ്. അതുപോലെ തന്നെ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസമാണ് എന്ന്. അപ്പൊ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറം മാസമാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ മുഹറത്തെ കാണുന്നത് നെഹസിന്റെ മാസമായിട്ടാണ്. മുഹറം 1 മുതൽ 10 വരെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കല്യാണം നടത്താൻ പാടില്ല, കല്യാണ നിശ്ചയം നടത്താൻ പാടില്ല, കൊര കൂടാൻ പാടില്ല, കൊര താമസിക്കാൻ എല്ലാം ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹറം വന്നുപോയി, അതുകൊണ്ട് നീട്ടിവെക്കും. കൊരേ കൂടല്, കല്യാണം എല്ലാം നിർത്തിവെക്കുന്ന ഒരു നെഹസിന്റെ മാസമായിട്ടാണ്. എന്തെങ്കിലും വന്ന് കയ്യിൽ നിന്ന് വീണുപോയാൽ ആ കൊല്ലം മുഴുവൻ പോക്കായിരിക്കും, വല്ലതും കിട്ടിയാൽ ആ കൊല്ലം മുഴുവൻ കിട്ടലായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. കർബലയ്ക്കു ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം മുഹറം മാസത്തെ ആ ഡേറ്റ് നോക്കിയിട്ട് അതൊരു വിലാപത്തിന്റെ മാസമാക്കും. ഷിയാക്കൾ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മുഹറം തുടങ്ങിക്കഴിഞ്ഞാൽ ബോംബെയിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് അവർ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. മാത്രമല്ല
വിലാപം നടത്തി ചെങ്ങല കൊണ്ട് ശരീരം അടിച്ച് ചോര വരുത്തുക, നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് യാഹുസ യാഹുസ, ഇതെല്ലാം തനിച്ച ബിദ്അത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിക്കാത്തതും പിൽക്കാലത്ത് ഷിയാക്കൾ ഉണ്ടാക്കിയതുമാണ്. അത് ഞാനോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പലപ്പോഴായി പല ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസത്തിലെ നോമ്പിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാകുന്നു. ഇതാണ് മുഹറം മാസത്തിന്റെ നോമ്പിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഹദീസ്. ഇവിടെ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ശഅബാനിലാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതെന്താണ് അങ്ങനെ? ഇമാം നവവി അതിന് മറുപടി പറയുന്നത് ലഅല്ലഹു ലം യഅലം ഫദ്ലൽ മുഹറം ഇല്ലാ ഫി ആഖിറിൽ ഹയാത്ത് ഖബല തവക്കുനി മിൻ സൗമിഹി. മുഹറമിന്റെ പ്രാധാന്യം, മുഹറം മാസത്തിന്റെ നോമ്പിന്റെ ഈ പ്രാധാന്യം അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലാക്കിയതല്ല, വഹി കിട്ടിയത് അവിടുത്തെ ജീവിതത്തിന്റെ അവസാന കാലത്തായിരിക്കാം. പിന്നീട് അവിടത്തേക്ക് മുഹറം നോമ്പെടുക്കാൻ സാധിച്ചതുമില്ല, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നബി മുഹറത്തിലും ധാരാളം നോമ്പെടുക്കുമായിരുന്നു എന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. ഔല അല്ലഹു കാന യഅരുദു ഫീഹി അദാർ തംന മിൻ ഇക്സാരി സൗഫി കസഫരിൻ വമറദിൻ വഗൈരിഹിമ. അതുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മാസം വല്ല ഉദുകളും ഉണ്ടായിരിക്കാം, യാത്രയോ രോഗമോ ഒക്കെ, അതുകൊണ്ടായിരിക്കാം ധാരാളം നോമ്പെടുക്കാതിരുന്നത് എന്ന്. ഏതായിരുന്നാലും ശഅബാൻ പോലെ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത് ശഅബാനിലാണ് എന്ന ഹദീസ് ഉള്ളതോടൊപ്പം തന്നെ മുഹറത്തിലും ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നത് നല്ലതാണ് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആശൂറയുടെ പ്രാധാന്യം നമുക്ക് ഹദീസുകളിൽ നിന്ന് തന്നെ ഈ ആശൂറ മുഹറം 10ന്റെ നോമ്പിന്, മുഹറം 10ന്റെ ദിവസത്തിന് ആശൂറ എന്നാണ് പറയുക, മുഹറം 9ന് താസുആ എന്നും. മനസ്സിലായില്ലേ? ആശൂറയുടെ പ്രാധാന്യം ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിക്കാണ്, വിശ്വാസികൾക്ക് അള്ളാഹു ഒരു വ്യക്തമായ വിജയം നൽകിയ ദിവസമാണത്. ബാത്തിലിനെതിരിൽ ഹക്കിന് വിജയം നൽകി. അതായത് മൂസ അലൈഹിസ്സലാമിനെയും ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫിർഔനെയും കൂട്ടരെയും മുക്കിക്കൊല്ലുകയും വെള്ളത്തിൽ ചെങ്കടൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണത്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീനത ഫവജദൽ യഹൂദ സിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു, യഹൂദികൾ നോമ്പെടുക്കുന്നത് കണ്ട് യൗമ ആശുറ, ആശുറ ദിവസത്തിൽ. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോട് ചോദിച്ചു, മഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, നിങ്ങൾ ഈ നോൽക്കുന്ന നോമ്പ് ഏത് ദിവസമാണ്? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അലീം, ഇതൊരു മഹത്തായ ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു വഗറക ഫിർഔന വഖൗമഹു, അള്ളാഹു മൂസയും അദ്ദേഹത്തിന്റെ ജനതയെയും രക്ഷപ്പെടുത്തുകയും ഫിറഔനെയും അവന്റെ ജനതയെയും മുക്കിക്കൊല്ലുകയും ചെയ്തതാണ്. ഫസാമഹു മൂസ ശുക്ര, അങ്ങനെ മൂസാ നബി ആ ദിവസം നന്ദിയായിക്കൊണ്ട്, ഈ അനുഗ്രഹത്തിനുള്ള നന്ദിയായിക്കൊണ്ട് നോമ്പെടുത്തു. ഫനഹൻ നസൂമു, അതുകൊണ്ട് ഞങ്ങളും ആ ദിവസം നോമ്പെടുക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹനു അഹഖു വഔലാ ബി മൂസാ മിൻകും, എന്നാൽ നിങ്ങളെക്കാളേറെ മൂസാ നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവരും അവകാശപ്പെട്ടവരും ഞങ്ങളാണ്. ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസ്സിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും ആ ദിവസം നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ഇതിന്റെ ആശൂറ നോമ്പിന്റെ ചരിത്രം. ചില ആളുകൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളിൽ നിന്ന് കടമെടുത്ത നോമ്പാണിത്. ഹദീസ് നിഷേധികളാണ് അങ്ങനെ ഒരു പ്രചാരം നടത്താറുള്ളത്. ഇത് യഥാർത്ഥത്തിൽ നബി കടമെടുത്ത നോമ്പാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് യഹൂദികളുടെ കണ്ടപ്പോഴല്ല നോമ്പ് തുടങ്ങിയത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യൗമു ആശൂറ തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലത്ത് ഖുറൈശികൾ എടുത്തിരുന്ന നോമ്പാണ് ആശൂറ നോമ്പ്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു ഫിൽ ജാഹിലിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയത്തിലും ആ നോമ്പ് എടുത്തിരുന്നു. കണ്ടോ? ഫലമ്മാ ഖദിമൽ മദീനത സാമഹു അമറ ബിസിയാമി, മദീനയിൽ വന്നപ്പോഴും നബി നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഫലമ്മാ ഫുരിദ റമളാൻ തുരിക യൗമു ആശൂറ, റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അതിന്റെ നിർബന്ധം ഉപേക്ഷിക്കപ്പെട്ടു. ഫമൻ ഷാഅ സാമഹു വമൻ ഷാഅ തറക്കഹു, ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ നോമ്പെടുക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കുകയും ചെയ്തു. ബുഖാരി 2002 നമ്പറും മുസ്ലിം 1125 നമ്പറായും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്.
അപ്പൊ ജാഹിലിയ കാലത്തുള്ള ആളുകൾക്ക് പരിചയമുള്ള ദിവസമാണ് ആശൂറ. അതവർക്കതിൽ പ്രസിദ്ധമായിരുന്നു. അവർ അന്ന് നോമ്പെടുത്തിരുന്നു. അവരുടെ കൂടെ നബിയും നോമ്പെടുത്തിരുന്നു എന്നൊക്കെ വ്യക്തമായി ഹദീസിൽ ഉണ്ടായിട്ടും ഹദീസ് നിഷേധികൾ പറയുന്ന എന്താണ്, യഹൂദികൾ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ അവരിൽ നിന്ന് കടം വാങ്ങിയ നോമ്പാണിത് എന്ന് പറഞ്ഞ് ഹദീസിനെ പരിഹസിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അറബികൾ ഈ ദിവസത്തെ പവിത്ര ദിവസമായി കണ്ടിരുന്നുവെന്നും അറബികൾക്കിടയിൽ നബിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ദിവസത്തിന് സ്ഥാനമുണ്ടായിരുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല മുഹറം 10-നാണ് അവർ കഅബയ്ക്ക് കില്ല ധരിപ്പിച്ചിരുന്നത് എന്നും ചില ഹദീസുകളില് വന്നിട്ടുണ്ട്. പക്ഷേ റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അത് നിർബന്ധ നോമ്പ് എന്ന സ്വഭാവം ഒഴിവാക്കിയിട്ട് അത് സുന്നത്ത് നോമ്പായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഈ ഹദീസ് നിഷേധികളുടെ ഈ തട്ടിപ്പ് മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ആശൂറ നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു ദിവസത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്നാണ്. ഹദീസ് അബൂ ഖതാദ അൽ അൻസാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ. അറഫ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞതും ബാക്കിയായതുമായ ഓരോ കൊല്ലത്തെ നോമ്പ് അത് ഓരോ കൊല്ലത്തെ പാപം അതുകൊണ്ട് പൊറുക്കപ്പെടും. വസുഇലൻ സൗമി യൗമി ആശൂറ, ആശൂറ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ഇത് ഇമാം മുസ്ലിം 2804 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇവിടെ സ്വാഭാവികമായും പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകൾ കൊണ്ട്, ഇപ്പൊ നമസ്കാരം കൊണ്ട്, ജുമുഅ കൊണ്ട്, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ട് ഒക്കെ പാപങ്ങൾ പൊറുക്കും എന്ന് പറയുന്നത് ചെറുപാപത്തെ കുറിച്ചാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമില് ശറഹ് മുസ്ലിമില് മജ്മൂ ശറഹുൽ മുഹദ്ദബിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വഹുവൽ അസഹുൽ മുഖ്താർ അന്നഹു യുകഫറു കുല്ലു ദുനൂബി സഗായിർ വതഖദീറുഹു യുഗ്ഫറു ദുനൂബുഹു കുല്ലുഹാ ഇല്ലൽ കബായിർ. ഇവിടെ പ്രബലമായ ശരിയായ അഭിപ്രായം ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ്, വൻപാപങ്ങൾ ഒഴികെ. ഖാലൽ ഖാലി ഇയാദ് റഹിമഹുല്ലാഹ് ഹാദൽ മദ്കൂർ ഫിൽ അഹാദീസ് മിൻ ഗുഫ്റാനി സഗായിർ ദൂനൽ കബായിർ ഹുവ മദ്ഹബു അഹ്ലി സുന്നഹ്. ഈ ഹദീസുകളിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള പാപങ്ങൾ പൊറുക്കും എന്നത് ചെറുപാപങ്ങളെ കുറിച്ചാണ്, വൻപാപങ്ങളെ കുറിച്ചല്ല. അതാണ് അഹ്ലു സുന്നത്തിന്റെ വീക്ഷണം. വഅന്നൽ കബായിറ ഇന്നമാ തുകഫിറുഹ തൗബ, വൻപാപങ്ങൾ പൊറുക്കപ്പെടുന്നത് അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുമ്പോഴാണ്, ആ പാപങ്ങൾ നിർത്തി അതിൽ ഖേദിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോഴാണ്. ഔ റഹ്മത്തുള്ളാഹി തആല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് കൊണ്ട് അയാൾക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നത് ചെറുപാപങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു കൊല്ലത്തെ, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഇതൊരു വലിയ ചാൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ അതിനെ പ്രേരിപ്പിക്കണം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഈ ദിവസത്തെ നോമ്പിന് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നോമ്പിന്, റമളാൻ നോമ്പിന് റമളാൻ മാസത്തിന് മറ്റു മാസങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ ഈ സുന്നത്ത് നോമ്പുകളെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു നോമ്പാണ് ഈ ആശൂറ നോമ്പെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നന്ദി പ്രകടനം കൂടിയാണ്. നബി സല്ലല്ലാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിയെയും ബനൂ ഇസ്രായേൽ സമുദായത്തെയും അവരുടെ ശത്രുക്കളായിരുന്ന ഫിർഔനിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതിലുള്ള ഒരു നന്ദി പ്രകടനം കൂടിയാണ് ഇത്. പിന്നെ സഹാബികളുടെ നിലപാട്, സഹാബികള് കുട്ടികളെപ്പോലും നോമ്പടിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഫകുന്നാ ബഅദ ദാലിക നസൂമുഹു വനുസവ്വിമു സുബ്യാനന സിഗാർ. ഞങ്ങൾ അതിനുശേഷം നോമ്പ്, അതായത് ഒരാശൂറ ദിവസമാണ് ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടുകൊണ്ടുള്ള കൽപ്പന ഉണ്ടായത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ ഗ്രാമങ്ങൾക്കിടയിൽ വിളിച്ചു പറയാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചതാണ്. ഇന്ന് നോമ്പുകാരനായി നോമ്പ് നേരം പുലർന്നവർ നോമ്പ് പൂർത്തിയാക്കട്ടെ, അല്ല നോമ്പെടുക്കാതെ രാവിലെ ഭക്ഷണം കഴിച്ചു പോയെങ്കിൽ ഇനിയുള്ള സമയം അവർ നോമ്പുകാരായിരിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി നോമ്പെടുക്കുകയും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോമ്പെടുപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. കാരണം അത് ആദ്യകാലത്ത് നിർബന്ധമായിരുന്നു. റമളാൻ വന്നതിന് ശേഷമാണ് ഇതിന്റെ നിർബന്ധമില്ലാതായത്.
വനദ്ഹബു ഇലൽ മസ്ജിദി ഫനജ്അലു ലഹുമുൽ ലുഅബ, ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ട്, അവർക്ക് കളിപ്പാട്ടം കൊടുക്കും. മിനൽ എഹിനി, പഞ്ഞി കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടം. ഫൈദാ ബകാ അഹദുഹും അലാ തആമി അതൈനാഹാ ഇയ്യാഹു, എന്നാൽ അവരിൽ ആരെങ്കിലും കരഞ്ഞാൽ, ഭക്ഷണം കിട്ടാതെ കരഞ്ഞാൽ ഞങ്ങൾ ആ കളിപ്പാട്ടം കുട്ടികൾക്ക് കൊടുക്കും. ഹത്താ യകുന ഇൻദൽ ഇഫ്താർ, അങ്ങനെ നോമ്പ് തുറക്കുന്നത് വരെയും അവരെ ഈ കളിപ്പാട്ടം കൊണ്ട് പിന്തിരിപ്പിക്കുമായിരുന്നു. ഇത് ബുഖാരി 1859 നമ്പറായും മുസ്ലിം 2725 നമ്പറായും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോ ഇതിന്റെ പ്രാധാന്യം സഹാബികൾ കുട്ടികളെ പോലും ഒപ്പിച്ചിരുന്ന ഒരു സുന്നത്ത് നോമ്പാണ്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 9 കൂടി നോൽക്കൽ സുന്നത്തുണ്ട്. അതിനെന്താണ് കാരണം? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിൽ എടുത്തിരുന്നു. മദീനയിൽ വന്ന ശേഷം നിർബന്ധമായും നോമ്പെടുക്കണം, അശുറ നോമ്പ് നിർബന്ധമാണെന്ന് കൽപ്പനയുണ്ടായി. സഹാബികൾ നോൽക്കുകയും കുട്ടികളെ കൊണ്ടുപോയി നോമ്പെടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദികൾ ഈ ദിവസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. സഹാബികൾ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅല്ലിമുൽ യഹൂദു വന്നസാറ, യഹൂദികളും നസാറാക്കളും ആദരിക്കുന്ന ഒരു ദിവസമാണല്ലോ ഇത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമു താസി, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം വന്നാൽ നമുക്ക് 9 കൂടി നോൽക്കാം. അപ്പൊ യഹൂദികൾക്കും നസാറാക്കൾക്കും എതിരാവുക എന്ന നിലക്കാണ് അടുത്ത വർഷം ഞാൻ 9 കൂടി നോൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു റിവായത്തിൽ ഇൻ ബഖീതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ അസൂമന്ന താസിഅ, 9 കൂടി ഞാൻ നോൽക്കും. ഇതിലെ ഹദീസിന്റെ ഒരു വ്യക്തിയിൽ 9 നോൽക്കുന്നേ ഉള്ളൂ. പക്ഷെ മഅൽ ആശിർ, 10 കൂടി എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊക്കെ വിശദീകരിച്ചത് കൊണ്ടാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചത് കൊണ്ടാണ് ഞാൻ 9 കൂടി എന്നർത്ഥം പറഞ്ഞത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. ആ ഹദീസിൽ തന്നെ കാണാം, ഫലം യഅ്തിൽ ആമുൽ മുഖ്ബിൽ ഹത്താ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്ത വർഷം വന്നില്ല, അപ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇത് മുസ്ലിം 2722 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ 9 കൂടി സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ അവലംബിച്ച പുസ്തകം ഷഹറുല്ലാഹിൽ മുഹറം ഫളായിലു അഹ്കാം എന്ന സുലൈമാൻ ഇബ്നു ജാസിർ അബ്ദുൽ കരീം ജാസിറിന്റെ പുസ്തകമാണ്. അതിന്റെ 22ാമത്തെ പേജിൽ പറയുന്നു, ഖാല ശാഫിഈ വഅസ്ഹാബുഹു അഹ്മദ് വഇസ്ഹാഖ് വആഖറൂൻ ഇസ്തഹബ്ബു സൗമു താസി വൽ ആശിർ ജമീഅ. ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇമാം അഹ്മദും ഇമാം ഇസ്ഹാഖ് ബിൻ റാഹുവയും മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്, 9ാമത്തെ മുഹറം 9 കൂടി നോൽക്കൽ നല്ലതാണ്, സുന്നത്താണ് 10ഓടൊപ്പം. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സാമൽ ആശിർ വനവാ സിയാമ താസി, 9 നോൽക്കുകയും 10 ഞാൻ നോൽക്കുമെന്ന് നിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ സഹീഹാണെന്ന് ഷെയ്ഖ് അൽബാനിയൊക്കെ തിർമിദിയിൽ പറഞ്ഞിട്ടുണ്ട്. വകാന ഇബ്നു അബ്ബാസ് യഫ്അലു ദാലിക്, ഇബ്നു അബ്ബാസ് 9 കൂടി നോൽക്കും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാ, സൂമുത്താസിഅ വൽ ആശിർ, നിങ്ങൾ 9ഉം 10ഉം നോൽക്കുവീൻ, ഖാലിഫുൽ യഹൂദ്, യഹൂദികൾക്ക് നിങ്ങൾ എതിരാകുവീൻ എന്ന്. അപ്പൊ 9 കൂടി നോൽക്കുക എന്നത് സുന്നത്താണ്. സഹാബികൾ അങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ചില റിവായത്തുകളിൽ ഒരാൾക്ക് 9 നോക്കാൻ സാധിച്ചില്ലെങ്കിൽ 10ന് ശേഷം 11 കൂടി നോറ്റാലും മതി. കാരണം ചില റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. മർഫൂആയി വന്ന റിവായത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ളത്, സൂമു യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, നിങ്ങൾ അതിന് മുമ്പ് ഒരു ദിവസം നോൽക്കുക അല്ലെങ്കിൽ ശേഷം ഒരു ദിവസം നോൽക്കുക. ചില റിവായത്തിൽ തെറ്റിയിട്ട് മുമ്പ് ഒരു ദിവസവും ശേഷം ഒരു ദിവസവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 നോമ്പ് ചില ആളുകൾ നോൽക്കുന്നത്. പക്ഷെ അത് മർഫൂ ആയിട്ട് അത് സഹീഹായി വന്നിട്ടില്ലെന്ന് സിൽസിലത്തു സഹീഹയിലെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി 4297 നമ്പറായിട്ട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഈ പുസ്തകത്തിന്റെ അടിക്കുറിപ്പിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 9 കൂടി നോൽക്കൽ സുന്നത്താണ്. അതിന്റെ ലക്ഷ്യം എന്താണ്? മുഖാലഫത്തുൽ യഹൂദ്, യഹൂദികൾക്ക് എതിരാവുക എന്നതാണ്. മനസ്സിലായില്ലേ? പല ആളുകളും അതിന് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ കാരണം ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസർ തെളിയിക്കുന്നതും യഹൂദികൾക്കെതിരെ, യഹൂദികൾ 10 മാത്രം നോറ്റാൽ നമ്മൾ യഹൂദികളോട് യോജിക്കലായി. അതുകൊണ്ട് 9ഉം 10ഉം നോൽക്കുക നമ്മൾ, അല്ലെങ്കിൽ 10ഉം 11ഉം നോൽക്കുക. ഒരു ദിവസം 10 മാത്രമാക്കല് യഹൂദികളോട് യോജിക്കൽ വരും എന്നതുകൊണ്ടാണ്. 10 മാത്രം നോൽക്കുന്നത് ജായിസാണ് എന്ന അഭിപ്രായമുണ്ടെങ്കിലും
ചില ഉലമാക്കൾ ഇതിനെ കറാഹത്തായി കണ്ടു. അതിന് കാരണം എന്താണ്? കറാഹത്തായി കാണാൻ കാരണം ഹദീസ് ഈ പറഞ്ഞതനുസരിച്ച് നമ്മൾ യഹൂദികളോടുള്ള യോജിപ്പ് അതിൽ വരുന്നുണ്ട് എന്നതുകൊണ്ടാണ്. അത് ഒരു മുവാഫഖത്തുൽ യഹൂദികളോട് യോജിക്കുക എന്നൊരു കാര്യത്തിൽ വരുന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ കറാഹത്തായി കണ്ടിട്ടുള്ളത്. ലജ്ന ദായിമയോട്, അതായത് സൗദിയിലുള്ള ഫത്വയുടെ സ്ഥിരം സമിതി, അവരോട് ചോദ്യം ചോദിച്ചു ഇതിനെ സംബന്ധിച്ച്. അതിനവർ കൊടുത്ത ഒരു മറുപടി ഞാനിവിടെ വായിക്കാം. യജൂസു സിയാമു ആശൂറ യൗമ വാഹിദൻ ഫഖത്ത്. മുഹറം 10 മാത്രം ഒരു ദിവസം നോമ്പെടുക്കൽ ജായിസാണ്. ലാകിന്നൽ അഫ്ളല, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സിയാമു യൗമിൻ ഖബ്ലഹു ഔ യൗമിൻ ബഅദഹു, അതിന് മുമ്പ് ഒരു ദിവസവും അല്ലെങ്കിൽ ശേഷം ഒരു ദിവസമോ കൂടി നോമ്പെടുക്കലാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അഫ്ളലായിട്ടുള്ളത്. വഹിയ സുന്നത്തു സാബിതത്തു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടുള്ള സുന്നത്ത്. അവിടുന്ന് പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബില്ല സുമന്ന താസിയ, അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ 9 കൂടി നോൽക്കും. ഖാല ഇബ്നു അബ്ബാസ് യഅനി മഅൽ ആശിർ, 9 നോൽക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം 10ഓടൊപ്പം എന്നാണ് എന്ന് ഇബ്നു അബ്ബാസ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ലജ്നയുടെ ഫത്വയിലുള്ളത്. അതുകൊണ്ട് 9 കൂടി നോൽക്കൽ സുന്നത്താണ്. 9 സാധിക്കാത്തവർക്ക് 10ന് ശേഷം 11 നോൽക്കാവുന്നതാണ്. ഇവിടെ ഇത്തവണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 9ഉം 10ഉം വരുന്നത് ഇവിടെ സൗദിയിലെ മാസപ്പിറവി അനുസരിച്ച് വെള്ളിയും ശനിയുമാണ്. കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം വ്യത്യാസമുണ്ട്. പക്ഷേ ഹിലാൽ അനുസരിച്ച് 9ഉം 10ഉം വരുന്നത് വെള്ളിയും ശനിയുമാണ്. അപ്പോൾ ഒരു പ്രശ്നം വരും. ശനിയാഴ്ച നിർബന്ധമല്ലാത്ത നോമ്പ്, സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ എന്ന് ഒരു സംശയം വരും. പക്ഷേ ഈ സംശയത്തിന് ഷെയ്ഖ് അൽബാനിയാണ് ആ വിഷയം വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ന്യായങ്ങളും മറ്റൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ഇപ്പൊ സമയമില്ല, വേണമെങ്കിൽ പിന്നീടാക്കാം. എന്നാൽ ഈ സംബന്ധമായിട്ട് പൊതുവെ പണ്ഡിതന്മാരുടെ നിലപാട് അത് നോൽക്കാം, ശനിയാഴ്ച നോമ്പ് നോൽക്കാം. ശനിയാഴ്ചക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ശനിയാഴ്ച മാത്രമായിട്ട് സുന്നത്ത് നോമ്പെടുക്കുന്നതിനെയാണ് ആ ഹദീസിൽ എതിർത്തിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ അതിൽ നിലപാട് എത്തിച്ചേർന്നിട്ടുള്ളത്, മറ്റ് ഹദീസുകളുമായി ജമ്പ് ചെയ്തുകൊണ്ട്. കാരണം വെള്ളിയാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച മാത്രമായിട്ട് സുന്നത്ത് നോമ്പെടുക്കരുത്. യോമൻ ഖബലഹു, അതിന് മുമ്പ് ഒരു ദിവസം കൂടി ചേർത്തിരിക്കണം, വ്യാഴവും വെള്ളിയും കൂടി എടുക്കാം. ഔ യോമൻ ബഅദഹു, അല്ലെങ്കിൽ അതിന് ശേഷം ഒരു ദിവസം. അതാ വെള്ളിക്ക് ശേഷം ശനിയല്ലേ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുമ്പേ നമ്മൾ പറയാറുണ്ട്. ഞാൻ ഇത്തവണ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച മദീനയിലായിരുന്നു. അപ്പോ മദീനയിലെ ഖന്തക്കിലെ പള്ളി ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ ജുമാക്ക് പോയത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയുടെ ഖുത്ബയാണെന്ന് കേട്ടപ്പോൾ അവിടെ പോയതാണ്. അപ്പൊ അദ്ദേഹം 2ാമത്തെ ഖുത്ബയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ശനിയാഴ്ച നോമ്പ് നോൽക്കാം, അതിന് മുമ്പോ ശേഷമോ ഒരു ദിവസം കൂടി ചേർത്തി നോറ്റാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ശനിയാഴ്ചക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടല്ലല്ലോ നമ്മൾ നോമ്പെടുക്കുന്നത്, നമ്മുടെ ആശുറന്റെ പ്രാധാന്യം കണ്ടുകൊണ്ടാണല്ലോ എന്ന്. അന്ന് തന്നെ രാത്രി ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിന്റെ ചോദ്യോത്തരം ഉണ്ടായിരുന്നു ഇശാക്ക് ശേഷം മസ്ജിദ് നബവിയിൽ. അതിലും ഈ ചോദ്യം വന്നു. അപ്പൊ ഷെയ്ഖും പറഞ്ഞത് നോൽക്കാം, ശനിയാഴ്ച നോൽക്കാം എന്ന് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ പ്രബലരായ 2 പണ്ഡിതന്മാരിൽ നിന്ന് കൂടി അത് കേട്ടപ്പോൾ മുമ്പേ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട്, നമ്മൾ കുവൈത്തിലുള്ള ഷെയ്ഖ് നജ്ദിയുടെ ഒരു റിസാല നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നു. അതായത് ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം ശേഷമോ ചേർത്തിക്കൊണ്ട് നോൽക്കുന്നതിന് തെറ്റില്ല എന്നതാണ് അതിലെ നിലപാട്. അതുകൊണ്ട് ഇത്തവണ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് വരുന്നത്. വെള്ളിയും ശനിയും നോൽക്കാം, അല്ലെങ്കിൽ ശനിയും ഞായറും നോൽക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പുണ്യം കരസ്ഥമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, വളരെ കുറച്ച് പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് ഈ ഉമ്മത്തിനോട് അല്ലാഹു കാണിച്ചിട്ടുള്ള വലിയൊരു കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ അത് നല്ലവണ്ണം കണക്കിലെടുക്കണം. അതറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി, അതങ്ങ് പോയിപ്പോയി എന്ന് പറയാതെ തലേന്ന് തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ വിളിച്ച് കാര്യം ഉണർത്തണമെന്ന് കൂടി ഗൾഫ് സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ റഹ്മാൻ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.